നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു 2024 ലോക്സഭ തിരഞ്ഞെടുപ്പ്. മുഴുവൻ സീറ്റും ലക്ഷ്യം വെച്ചിറങ്ങിയ LDFന് ആലത്തൂർ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു. വമ്പന്മാർ പോരിനിറങ്ങിയ തൃശൂരിൽ മുരളീധരനും സുനിൽകുമാറും തൃശൂർ കൊടുക്കാതിരിക്കാൻ വലിയ പോരാട്ടമാണ് നടത്തിയത്. എന്നാലിപ്പോൾ സുരേഷ് ഗോപിയും മോദിയും ചേർന്ന് തൃശൂർ മാത്രമല്ല കേരളം മൊത്തത്തിലെടുക്കുന്ന ഒരു അവസ്ഥയാണ്. മോദി പ്രധാനമന്ത്രിയായി വീണ്ടും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായി സുരേഷ് ഗോപിയും കൂടെ ഉണ്ടാകും. ഒപ്പമുള്ള മന്ത്രിമാരെ ചൊൽപ്പടിക്ക് നിർത്തി കേരളത്തിലെ കാര്യങ്ങളൊക്കെ ഗംഭീരമാക്കുവാൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം. കൃത്യമായുള്ള പെൻഷൻ വിതരണവും ജനക്ഷേമ പദ്ധതികളും ഒക്കെ കേരളത്തിൽ നടപ്പാക്കുമെന്ന് തീർച്ച. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളൊന്നായ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളിൽ 6 ലക്ഷത്തോളം ആളുകൾക്കാണ് കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ളത്. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതമായി നൽകുന്നത്. 2023 ജനുവരി മാസം മുതൽ ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഈ ഒരു പെൻഷൻ വിഹിതം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇനി എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരും ഈ ഒരു വിഹിതം അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് എല്ലാ മാസവും വിതരണം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിഹിതം 1600 രൂപ വീതം എല്ലാ മാസവും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വലിയ ആശ്വാസമായി മാറും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്